അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് ചലഞ്ചിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ സ്ലാങ് വാറാണ് ഇന്ന്. പിന്നെ മലപ്പുറം വേഴ്സസ് കണ്ണൂർ, അല്ലെങ്കിൽ പൊന്നാനി വേഴ്സസ് തലശ്ശേരി, അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ കുറച്ച് വേർഡ്സ്, നമ്മൾ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. ഇവൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കൊരു പോയിന്റ് ഇല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കൂലേ, അതിൽ എത്ര ആൻസർ നിങ്ങൾ പറയണ അത്ര പോയിന്റ് നിങ്ങൾക്ക്. നിങ്ങൾ എന്നോട് ചോദിക്കണേൽ എത്ര ആൻസർ ഞാൻ പറയണ അത്ര പോയിന്റ് എനിക്ക്. അങ്ങനെയെങ്കിലും അങ്ങനെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നിങ്ങൾ ചോദിച്ചേ. ഫസ്റ്റ് വേർഡാ കലമ്പ്. ചീത്ത പറയാന് സംഭവം ഫസ്റ്റ് സിമ്പിൾ ആക്കിയത്, ലാസ്റ്റ് ഉണ്ട് വേറെ. അപ്പൊ എനിക്കൊരു പോയിന്റ്. അങ്ങനെയല്ല, ഫുള്ളി ഇല്ല, അങ്ങനെയില്ല. അന്നൊരു രസമില്ല, മതി. അത് രസമില്ല. നീ ചോദിക്കും എന്തോടോ. നമ്മള് ഫസ്റ്റ് സിമ്പിൾ കൊടുത്തതാ. ഒക്കെ അറിയാന്ന് എനിക്കറിയാം. കോൺഫിഡൻസ് കിട്ടണ്ട കുറച്ച്. എടായി. എടായി ഇടവഴിയാ. അതെ, ഏകദേശം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കേട്ടിട്ടില്ല ഇത് ഇതുവരെ. അടുത്തത് മോന്തി. ലൈക്ക് മരിബിന്റെ ടൈം അതിന് പറയുന്നല്ലേ. അടുത്ത ഓക്കെ. ചെട്ടിയമുണ്ട്. ചെട്ടിമുണ്ടോ? ചെട്ടിയമുണ്ട്. മറ്റേ ഉമ്മാമാരെല്ലാം കൊടുക്കുന്ന അത് തുണിക്കോ? അല്ല, 2 പ്രാവശ്യം പറയാൻ പറ്റുള്ളേ, ഒരു ചാൻസ് കഴിഞ്ഞ്. ചെട്ടിമുണ്ടെന്ന് അതിന് തന്നെയല്ലോ പറയാ, പ്രായമുള്ള ആൾക്കാർ ഇടുന്നത്. അല്ല, നമ്മള് പറയില്ല അതിനല്ലേ. ഇനിയിപ്പൊ അതിനും അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ചെട്ടിമുണ്ട്. ചെട്ടിയമുണ്ട്. ഇത്ര ടൈം ഒന്നും കൊടുക്കാൻ പാടില്ല. ചെട്ടിമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതന്നെ പ്രായ ആൾക്കാർ. ഇനി അതിനെ അങ്ങനെ പറയുമെന്ന് ഞാൻ ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കൂടുതൽ കിട്ടും. ഇത് പറയും അറിയില്ലല്ലോ. തോർത്തുമുണ്ട്. ചെട്ടിമുണ്ട്. ചെട്ടിയമുണ്ടെന്ന് പറയും. തിരുവരുത്തമ്മ അറിയില്ലുണ്ട്. കാച്ചി. പാല് കാച്ചാന്നൊക്കെ പറയുന്നത്. കാച്ചി. ഞാനിങ്ങനെ ഒളിപ്പിച്ച് വെച്ചല്ലേ എനിക്കൊരു പോയിന്റ് കിട്ടാൻ വേണ്ടിട്ട്. ഇനി സ്കോർ ചെയ്യാൻ തുടങ്ങിക്കാൻ പിന്നെ എനിക്ക് 2 പോയിന്റ് കിട്ടിയിട്ട് ഇപ്പൊ. എങ്ങനെ 2 വേർഡ്സ് നിങ്ങൾ ചോദിച്ചില്ലേ? കലമ്പും മോന്തിയും 2 ഞാൻ പറഞ്ഞില്ലേ. കിട്ടാത്തതിന് മതി പോയിന്റ്. ഇല്ല, കിട്ടും. കുഴപ്പമില്ല, എനിക്ക് 2 കിട്ടി. എന്താണ് കാച്ചി അല്ലേ? എന്നാ എഴുതി വെച്ചാൽ മതി അല്ലേ? എനിക്കറിയാം. അപ്പൊ എനിക്ക് എത്ര ഒരു പോയിന്റാ? എനിക്കൊന്നും എനിക്ക് 2. കാച്ചി. ക്ലൂ തരോ? ക്ലൂ തരുന്ന കളിയല്ലേ ഇത്. അങ്ങനല്ല, ഒരു സെന്റൻസ്. ടൈം വന്നിട്ടേ, ടൈമർ വെക്കണേ. കാച്ചി അറിയില്ല. കാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളീ കരകളിലെ മുണ്ടില്ലേ, ഉടുക്കുന്ന മുണ്ടില്ലേ കരകളിലെ, അതിന് പറയുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ 3 വേർഡ്സ് ആയില്ലേ? 2 2 അല്ല. നിങ്ങൾ ആൻസർ പറഞ്ഞാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. എനിക്ക് 2, നിങ്ങൾക്ക് 1. നിങ്ങൾ 1 പറഞ്ഞിട്ടുള്ളൂ. അത് നടക്കൂല കേട്ടാ. അപ്പൊ എന്നെ കൊണ്ട് പറയിപ്പിക്കാണ്ട് പിന്നെ ഇതെന്താ? ഹലോ, അങ്ങനെ തന്നെ. അതല്ല ആദ്യം പറഞ്ഞത്. നീ ഒന്ന് തെറ്റിച്ച് ഞാനൊന്ന് തെറ്റിച്ച്. തെറ്റിക്കണേലല്ല, നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിൽ എത്ര ആൻസർ ഞാൻ പറയണ അത്ര മാർക്ക് എനിക്ക്. ഞാൻ നിങ്ങളോട് ചോദിക്കണേൽ നിങ്ങൾ എത്ര പറയണ അത്ര മാർക്ക് നിങ്ങൾക്ക്. സെയിം ആയിട്ടല്ലേ ഇപ്പൊ നമ്മള് പറഞ്ഞ. അല്ല, നിങ്ങൾ എന്തേന്ന് ചെട്ടിയമുണ്ട് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ നീ ഇതും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, നിങ്ങൾ 3 ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ 2 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ 3ാമത്തെ ചോദിക്കാൻ പോകുന്നു. ഇങ്ങനെയൊന്നല്ല ശരിക്കും പോയിന്റ്. പറയാൻ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കൊരു പോയിന്റ്. അങ്ങനെയൊന്നല്ലേ, അതെങ്ങനെ ആയാലും ഒരുപോലെ തന്നെ. ഇല്ല, തോപ്പിക്കാൻ കഴിഞ്ഞ കളി തോറ്റേനുള്ള. അങ്ങനെയാണെങ്കിലും 2 അല്ലേ? ഇപ്പൊ 2-2. ഇപ്പൊ നീ ലീഡ് ചെയ്ത് നിൽക്കുന്നല്ല പറയുന്നേ. സെയിം ആയിട്ട് ഇപ്പൊ ഉള്ളേ. പക്ഷെ നിങ്ങൾ എന്നോട് 3 ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ നിങ്ങളോട് 2 ക്വസ്റ്റ്യനാ ചോദിച്ചിട്ടുള്ളൂ. നീയല്ലോ ചോദിക്കണ്ടേ? എനിക്ക് 2, നിങ്ങൾക്ക് 1 ഞാൻ തമ്മിൽ തരില്ല.
കള്ളക്കളിയെല്ലാം അല്ല, കള്ളക്കളിയല്ല. മാളിയൻഡോൾ. മാളിക മുകളിൽ. അപ്സ്റ്റേഴ്സിന് പറയണം. അതിനാണ് നിങ്ങൾക്ക് 2 പോയിന്റ്. എനിക്ക് കിട്ടും. ചോദിച്ചൂടത്. നീറായിപ്പുറം. ഇതാണ് കിട്ടുന്നത്. നീറായിപ്പുറം. ഇതേതോ സ്ഥലപ്പേര് പോലെ ഉണ്ടല്ലോ. എളുപ്പല്ലേ? ഞാൻ എനിക്ക് വേഗം കിട്ടുമെന്ന് അതുകൊണ്ട് ആദ്യം ചോദിക്കാണ്ടിരുന്നത്. ഞാൻ ആദ്യം എഴുതി വെച്ചത് അത്. നീറായിപ്പുറം. കിച്ചൺ പറയണോ? അങ്ങനെ പറയുന്നാണോ ഒന്നുമില്ല. ഒരിത് പോയി ഒരിത് കഴിഞ്ഞു, ചാൻസ് കഴിഞ്ഞു. എന്നെ അടുത്തൊന്നും കൂടി വന്നേ ഉള്ളൂ. അത് പോയിക്കാനാ പോയതാണ്. കിച്ചൺ അല്ല, എന്നാ പിന്നെ കൊലായിക്കൂ. 2 പോയി. എന്താ വർക്കേരിയ? നീ കിച്ചൺ ആണോന്ന് ചോദിച്ച്, കിച്ചൺ ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് പോലുമില്ല. ഒരു മിനിറ്റ്, ഉറപ്പിച്ച് പറയാണ്ട് പിന്നെ എങ്ങനെ ഒരു ചാൻസ് പോണേ? ഉറപ്പിച്ച് പറയാണ്ട് കിച്ചൺ അങ്ങനെ പറയണോ? എന്നാലാണ് കറക്റ്റ് ആവുള്ളൂ. കിച്ചൺ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്നാ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നീ ഇപ്പൊ ഒരു വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എന്നോട് കുറെ ചോദിച്ചൂടെ അങ്ങോട്ടേക്ക്? അതിതാണോ അതാണോ വെച്ചിട്ട് എനിക്ക് കിച്ചൺ ആണോ നിങ്ങൾ എന്നോട് ചോദിച്ചേ. അതിന് എന്റെ ഒരു പോയിന്റ്, എനിക്ക് 2 ചാൻസ് ഇല്ല. നീ ഉറപ്പിച്ചു പറയണോ? എന്നാലും അത് ശരിയല്ല. കിച്ചൺ അല്ല അത്. കിച്ചൺ വർക്കേരിയൊക്കെ സെയിം അല്ല, ഒരിക്കലും അല്ല. കിച്ചണിന്റെ നേരെ അപ്പുറത്ത് വരുന്ന, അത് ഏറ്റവും ബാക്ക് സൈഡിൽ വരുന്ന സാധനത്തിനാണ് വർക്കേരിയ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന് കിച്ചൺ തന്നെ പറഞ്ഞു. അപ്പൊ 2 കായ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂത്ത് വരാം. അല്ല, 1 കഴിഞ്ഞു, ഒരു ചാൻസ് കഴിഞ്ഞു. പൈസ അല്ല, ചീത്ത അറിയാൻ. ഉപ്പ പറഞ്ഞോ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞിട്ട് അങ്ങനെ പറയും. ഇല്ല, അപ്പൊ 2 നിങ്ങൾ 2 ആൻസർ. ഇങ്ങനത്തെ വേർഡ് ഉണ്ടോന്ന് പൊന്നാനിന്ന് കാണുന്ന ആൾക്കാർ കമന്റ് ചെയ്യണം കേട്ടാ. പൊന്നാനി അല്ല, മലപ്പുറത്ത് നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. വെറുതെ കൈന കളി തോറ്റേനി. ഇനി നിങ്ങള് ചോളി. ചോളി അടിപൊളി അല്ല, ഒന്നുമേ ഭയങ്കര ചൂടുണ്ട്. അതിനോട് എന്നേ പറഞ്ഞു സീഡാ. ഡ്രസ്സാണോ? 2 ചാൻസ് ചെയ്യുന്നേ. ചോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാത്റൂം ഇല്ലേ, നമ്മൾ ചോളി എന്ന് പറയും. കേട്ടിട്ടില്ല? നമ്മൾ ചെറുപ്പത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഒന്നും പറയില്ല. പിന്നെ അപ്പൊ സെയിമിൽ തന്നെ അല്ലേ? 2 തന്നെ. ഉസുറും പുളിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിനുള്ളൊരു ആവേശം. അല്ല, ഉസുറും പുളി എന്നതിനല്ലേ അറിയാനേ. ടൈം അങ്ങനല്ല പറയാ. ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഉസുറും പുളി, അതല്ല. ഭയങ്കര ആക്റ്റീവായിട്ട് അല്ല. 2 ആൻസർ. ഒരു ഉസുറുംപുളി എന്ന് പറഞ്ഞാൽ ഒരു നാണം മാനം ഇല്ലാത്ത, ഉസുറുംപുളി ഇല്ലാത്ത കളി എന്നൊക്കെ പറയും. നാണം മാനം ഇല്ലാത്ത പോലെ. അങ്ങനെ ഞാനും പറഞ്ഞ ഭയങ്കര ആക്റ്റീവാ നാണം മാനോ. ഇതെന്താണ് ആക്റ്റീവാ പോലും നാണം മാനോ? കണ്ട ജയിക്കാൻ വേണ്ടിട്ട് പല നിങ്ങൾ അറിയണം ഇതിന്റെ സ്വഭാവം കാണുന്ന മനസ്സിലായിട്ടുണ്ടാവും അവസ്ഥ. ഓക്കെ, ഇതെന്താ പോയിന്റ് ഇട്ടത് എനിക്കില്ലേ? ബേക്കൽ. ഓവറായിട്ട് ഇങ്ങനെ എന്താ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും പറയരുത്. നിങ്ങളെ ബേക്കൽ ബേക്കലിനൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ഒന്നുമല്ല. അത് ഏറ്റവും ചീപ്പായി ദിനാഴ്ച പറയും. കാരണം ഇവിടുന്ന് ചില സമയത്തെല്ലാം പറയലുണ്ട്. ഉറപ്പിച്ച് തിന്നൽ അല്ലേ? ഉറപ്പിച്ച് പറയണം പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത്. അപ്പൊ എനിക്ക് 3 പോയിന്റ്. മാഞ്ഞാളം. അയ്യോ, എന്തേന്നു?
മാഞ്ഞാളം. മാഞ്ഞാളെ കേട്ടുള്ള പരിചയമുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു നിൽക്കണ്? ഈ ഉസ്റും പുളി മാഞ്ഞാളം ഞാൻ കൊറേ പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞത്. മാഞ്ഞാളം എന്ന് പറഞ്ഞാൽ ഉളുപ്പ് അങ്ങനത്തെ വേട്ടല്ലേ? ഉളുപ്പിന്റെ അല്ല നാണം മാൻ ഉസ്റും പുളിയും. അത് അതിൽ വരും ഉളുപ്പ് ഉസ്റും പുളി. ഹലോ, എന്താ ഒരു ചാൻസ് കളയട്ടെ ഞാന്? അല്ല, അങ്ങനെ തന്നെ നീ അങ്ങനെ എന്നോട് പറഞ്ഞത്. അത് ഇതാണ് ഉസ്റും പുളി. ഇത് പറയ്. അത് നാണോ മാനും, ഇത് ഉളുപ്പ്, രണ്ടും വേറെ വേറല്ലേ? ഉളുപ്പില്ലല്ലോ നാണില്ലല്ലോ എന്നൊക്കെ ചോദിക്കണ ഒരുപോലെ അല്ലേ? അതെങ്ങനെയാ നാണില്ലാലോ എന്ന് ചോദിച്ചാ ഞാൻ പറഞ്ഞുതരാം. മാഞ്ഞാളം. മാഞ്ഞാളം നീ എന്നോട് പറഞ്ഞടി. പറഞ്ഞിട്ടുണ്ട് ഞാന്. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ പറഞ്ഞായിരുന്നു. നിങ്ങളൊരു ദയയില്ലാണ്ട്. ഇത് ബേക്കൽ എന്താ ഇവിടുന്ന് തന്നെ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് വീട്ടിൽ നിന്ന്? ബേക്കൽ 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 തന്നെയല്ലേ പറയാ. പിന്നെ ക്ലിയർ ആകണ്ടേ? മാഞ്ഞാളം പയ്യാരം. അപ്പൊ എനിക്ക് മൂന്നേ മൂന്നല്ലേ കാര്യം. 6 ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? 3 സർ. സാറാ? സേർ. സാറല്ല, സർ. ഒച്ചത്തിൽ പറയണ എന്നാലും വീഡിയോയിൽ കേൾക്കും. ഫാൻ ഇട്ട സൗണ്ട് ഇതാവൂലേ? സർ. അതല്ല ഒരു ഇത് പോയാ പറയല. ഒരു ക്ലൂ വരോ? ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനം. ക്ലൂ ആണ്. ആ പറയൂ. സീർ. സീർ. എന്ത് സീർ? പഞ്ചസാര സീർ എന്നൊക്കെ പറയും. അല്ല, 2 ആൻസർ പോയി. സീർ എന്ന് പറയുന്നത് നമ്മള് അരി അളക്കുന്ന ഇതില്ല, പാത്രമില്ല. ആദ്യം ഇങ്ങനെ ഒരു തൊപ്പി പോലത്തെ ഒരു സാധനം വരും റൗണ്ടില്. ഇപ്പത്തെ മറ്റേ നായി എന്നെല്ലാം പറയുന്ന അതിന്റെ. അപ്പൊ അതിനെ പറയുന്നതാണ് സേർ. ഊറ്റായില്ലേ? ഊറ്റായില്ലേ എന്നൊക്കെ ചോദിക്കാൻ. ഊറ്റായില്ലേ? ഭക്ഷണമായില്ലേ? അല്ല. തിന്നില്ലേ? ഇല്ല, 2 പോയി. സന്തോഷായില്ലേ? ഊറ്റായില്ലേ? ഒരു ഫ്രണ്ട് പറഞ്ഞു അത് ഊറ്റ് എന്നെല്ലാം പറഞ്ഞാൽ തിന്നിക്കുന്നതിന് ഊറ്റ് എന്ന് പറയുന്നേക്കാം. നമ്മള് മുതലെടുക്കണേന് ഊറ്റാന്ന് പറയും. അത് പോയില്ലേ? അത് കഴിഞ്ഞു. ഇപ്പൊ 3 അല്ലേ? ഇപ്പൊ എത്ര 7? ഞാൻ അവിടുന്ന് ഇവിടുന്ന് ആക്കിയിട്ടാ ചോദിക്കുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആയല്ലോ. ആകെ 10 ഉള്ളൂ. ചോദിച്ച ഏതൊക്കെ നിങ്ങൾക്ക് അറിയൂലേ? എനിക്ക് കിട്ടൂല. പ്ലീസ് ചോദിക്കണം. ചെലയോൽ. ചെലയോൽ. ചിലർ. ഇതാണ്. ഞാൻ ഇതെല്ലാം ഫസ്റ്റ് വെച്ചിട്ട് ലാസ്റ്റ് കട്ടിയുള്ള വയ്ക്കാന്ന് വിചാരിച്ചു. പക്ഷെ നീ എന്നെ തോപ്പിക്കുന്നുണ്ട്, പിന്നെ പിടിച്ചു വെക്കണ്ടേ? കഞ്ഞിപ്ലാക്ക്. കഞ്ഞിപ്ലാക്കാ? കഞ്ഞിക്കാലം അല്ല, ഒരു ബന്ധമില്ലാത്തതാ വേർഡിനിട്ട്. കഞ്ഞിപ്ലാക്ക്. കഞ്ഞിപ്ലാക്ക് കിട്ടൂല. ബനിയന്. എന്താ ആര് പറയാനാ? ഉപ്പ പറഞ്ഞതാ. ഉപ്പ നമ്മളോട് പണ്ടേ പറയലുണ്ട് ബനിയന്. കഞ്ഞിപ്ലാക്ക്? ബനിയന് എടുത്തു തരാൻ വരുമ്പോ കഞ്ഞിപ്ലാക്ക് എടുത്തിട്ട് ഇല്ലാത്തതാ. ഇല്ല, വെറുതെ പറഞ്ഞതായിരിക്കും. ഇത് കൊറേ കാലായിട്ട് നമ്മളോട് പറയുന്ന. പിന്നെ ഇനി 2 വേർഡ്സും കൂടിയാണുള്ളത്. എനിക്കപ്പോ എത്രയായി? ചിലറും കിട്ടിയിരുന്നു, അതും കിട്ടി. പിന്നെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ എന്തേന്നു? ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ലാന്നല്ലോ. എനിക്ക് എങ്ങനെ പോയിന്റ് കിട്ടും? അതല്ല, 3-2. ഹലോ, 3-3 ഓൾറെഡി ആയിക്കണ്. പിന്നെ എങ്ങനെ 3-2? ഏതായാലും 1 പോയിന്റിന്റെ ഡിഫറൻസ്. 4. ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ ചോദിച്ചൊന്നും കൂടി പറഞ്ഞേ. ചെലോല്. അതല്ല, അതിന്റെ ശേഷം നിങ്ങൾ എന്തോ ചോദിച്ചു? അതിന്റെ ശേഷം അല്ല, അതിന്റെ മുമ്പ് ഇതാ ചോദിച്ചേ. അല്ല, ശേഷം ചോദിച്ചിട്ടൊന്നുമില്ല വേറൊന്നും. ചോദിച്ചിക്കണേ. നിങ്ങളിപ്പോ ചോദിച്ച വേർഡ്സ് ഒക്കെ പറഞ്ഞേ. അല്ല, അതൊന്നും പറഞ്ഞിരുന്നില്ല. ചിലപ്പോ മറ്റേത് പറഞ്ഞു മോളെ.
ലാസ്റ്റ് ഒന്നും കൂടി ചോദിച്ചത് എല്ലാം കൂടി ഒന്ന് പറയണം കേട്ടോ, എല്ലാ വേർഡ്സും. ഞാൻ ചോദിച്ചത് എനിക്ക് കൺഫ്യൂഷൻ ആയതോടെ. നിങ്ങൾ ലാസ്റ്റ് ചോദിച്ചത് അതല്ല, വീഡിയോ ഉണ്ടാ മനസ്സിലാവുമല്ലോ അല്ലേ? ശരിയാക്കി തരാം. ഇനി ഞാൻ ചോദിക്കണ്ടേ? എൻ്റെ എല്ലാം ഭയങ്കര എളുപ്പമാണല്ലോ. കുയ്യൽ. കുയ്യൽ. കുയ്യലോ? അറിയില്ല. ഞാൻ വെച്ച് നീ പെട്ടെന്ന് പറയും. കുയ്യൽ. കുയ്യൽ. കുയ്യൽ ഉയ്യല അല്ല, കുയ്യൽ എന്ന് പറഞ്ഞത് അതിനൊരു ചാൻസ് കളയാനേക്കൂ. കുയ്യൽ എന്തേനു? ചൂടെടുക്കുന്ന മോളെ, ഞാൻ നോക്ക്. കുയ്യൽ വീഡിയോ ലെങ്ത് ആവുക പെട്ടെന്ന്. കുഴി. കുഴി അല്ല, കുഴിയാ. കുഴി. കുയ്യൽ അറിയില്ല. സ്പൂൺ. സ്പൂണിന് കുയ്യലോ? കയ്യില് എന്ന് പറയുന്നുണ്ടോ? കയ്യിലിട്ടിരിക്കണ അതിന്റെ വേറൊരു വേർഷൻ ആണ് കുയ്യൽ. നിങ്ങൾ സ്റ്റാൻഡേർഡ് ആക്കിയല്ലോ കുയ്യൽ നമ്മൾ പറയലുണ്ട്. ഓക്കെ. വടിക്കിണി. വടിക്കിണി. വടിക്കിണിയാ? കിട്ടില്ല കിട്ടില്ല. വരാണ്ട അല്ല, ഒരു ക്ലൂ വരും. എന്താ, നമ്മളെ വീട്ടിലുള്ളൊരു സ്ഥലമാണ്. ഇപ്പൊ വരാന്താന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതുപോലെ ഒരു ഇതാണ്. ബാൽക്കണി അല്ല. അല്ല. വടക്കണി. ഈ നമ്മളെ ഇതാണോ ചേരി ഭാഗം എന്നെല്ലാം പറയുന്നത്? ചേരി എന്താ? എന്താ ഇപ്പം പറയുന്നത്? അത് എനിക്കറിയില്ല. അത് ചോദിച്ച നമ്മളെ ഇതില്ലേ വീടിന്റെ അടുത്തുനിന്ന്, അതായത് വീടിന്റെ ഈ ചുമര് കഴിഞ്ഞിട്ടുള്ള ഈ പുറം വരുന്ന ഭാഗമില്ല, ഇങ്ങനെ പുറം ചുറ്റും വരുന്ന വീടിന്റെ പുറോ? കൊലായി കഴിഞ്ഞിട്ടുള്ള ഭാഗമാണോ? പണ്ടത്തെ വീട്ടിലെല്ലാം ഇങ്ങനെ ഈ പടാപ്പുറം. അയ്യോ, അത് നിങ്ങൾക്കും അറിയില്ലേന്നു? അതന്നെ. എന്ത് ഇങ്ങനെ ചോദിച്ചാ? വടിക്കിണി. ഈ വാതിലുള്ള ചട്ടയില്ലേ? ഈ വാതിലിന്റെ ഇതില്ലേ മരയില്ല, അതിന് ചുറ്റുമുള്ള കട്ടില്ല. അതാണോ? അതല്ലേ? അല്ല, രണ്ട് ചാൻസ്. കിച്ചൺ. എന്തെന്ന്? വടിക്കിണി. ഇനി ഒരു വേർഡും കൂടി നിങ്ങള് ലാസ്റ്റാ? 4-3 ആട്ടാ. ഒന്നോ ലാസ്റ്റ് കിട്ടല്ലേ? ഇത് ഫസ്റ്റ് വെച്ചാൽ മതി, ലാസ്റ്റ് ടഫ് ആക്കി മതി. എങ്ങനെയായാലും ഒരേപോലെ തന്നെ അല്ലേ ഞാൻ പറയാ. ചോദിക്ക് ടൈം ഇല്ല. പത്തായപ്പ്. പത്തായപ്പ് അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, പത്തായത്തിന് പറയുന്നതായിരിക്കും നിങ്ങൾ പത്തായപ്പ് അല്ലേ? അത് എന്തെന്നാ പറയണ്ടേ? അതിപ്പോ ഞാൻ പറഞ്ഞാല് പത്തായത്തില് വെക്ക സാധനങ്ങൾ എന്നൊക്കെ പറയൂലേ? പാത്ര അല്ല, പാത്രല്ല, അതൊക്കെ വെക്കായിരുന്നു പണ്ട് ആൾക്കാർ. നിങ്ങൾക്ക് മനസ്സിലായിക്കണം എന്താ സംഭവം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സംഭവം പത്തായപ്പ് ചിലടത്ത് പറയും, പത്തായം ചിലടത്ത് പറയും. ഈ പത്തായം എന്താണ് സാധനം അതെല്ലാം പറഞ്ഞേ. പത്തായത്തിൽ സാധനങ്ങൾ വെക്കാൻ സാധനം എന്തിലെല്ലാം വെക്കൂ? പേഴ്സിൽ വെക്കൂ, അൽമാറയിൽ വെക്കൂ, എങ്ങനെ പറയാ? ഒരു സ്റ്റോർ റൂം ഒക്കെ പോലത്തെ അല്ലേ? 5 നിങ്ങൾക്ക് 3 അല്ലേ? ഇനി കളിക്കണ്ടേ? ഞാനാ ജയിച്ചേ. ചോദിച്ചോ? തണ്ടാസ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? എന്തായാലും കിട്ടൂലല്ലോ. ഇപ്പൊ കിച്ചണൊക്കെ പോലെ തന്നെ ഒരു വീടിന്റെ. നേരത്തെ പറഞ്ഞ സംഭവമായിരിക്കും. എന്ത്? ചേരി എന്ന് പറയുന്നത് പുറത്തിരിക്കുന്ന പട അല്ല. എന്നാ പറഞ്ഞു? ടോയ്ലറ്റ്. തണ്ടാസ. സന്തോഷായി. പക്ഷെ ഇതിലേതോ ഒന്നും കൂടി ഞാൻ പറഞ്ഞിരിക്കണം, നോക്കട്ടെ. ഒന്നും പറഞ്ഞിട്ടില്ല. കലമ്പ് മോന്തി ഞാൻ പറഞ്ഞു. മാച്ചിൽ നിങ്ങൾ ചോദിച്ചിട്ടില്ലല്ലേ? ചൂല് എനിക്കറിയാം. നേരായിപ്പുറോ?
നീറായിപ്പുറം അത് ചോദിച്ചു. അത് പറഞ്ഞിട്ടില്ല ഞാന്. കലമ്പ് പറഞ്ഞു, മോന്തി പറഞ്ഞു. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. എന്തായാലും ഞാൻ ജയിച്ചെന്നല്ല എനിക്ക് മനസ്സിലായല്ലോ. കള്ളക്കളി വെച്ചിട്ടാ. മറ്റേ ബനിയനൊന്നും അങ്ങനത്തെ ഒരു വേർഡ് ഞാൻ എന്റെ ജന്മത്തിൽ കേട്ടിട്ടില്ല. ഞാനും ഒരു ബന്ധമില്ലാത്ത എന്തെല്ലോ ചോദിച്ചിട്ട് ഉപ്പ പറഞ്ഞു. ഉപ്പ കാണുന്നുണ്ടാവുമല്ലോ വീഡിയോ. അപ്പൊ പറയും ഞാനാ ജയിച്ച പറയും. ജയിച്ച് ഇങ്ങനത്തെ പറ്റുള്ളൂ. ലോക്കൽ അങ്ങേ താഴെ തട്ടിയുള്ള അന്നേരം പിന്നെ അങ്ങനെയല്ല ഉണ്ടാവും. നമ്മൾ പിന്നെ കുറച്ച് മോഡേൺ ഇതന്നെ ഇപ്പൊ അറിയുന്നില്ല. കൊറേ ഉമ്മാനോടെല്ലാം ചോദിച്ചിട്ട് അങ്ങനെ കിട്ടിയതാണ്. അധികം യൂസ് ചെയ്യുന്നല്ല. ഇവക്ക് പിന്നെ എല്ലാം അറിയാം ഏകദേശം. പഴയ ആളാണ്. ഞാനും ഉപ്പാനോടൊക്കെ ചോദിച്ചിട്ടാണ് അടുത്ത്. എന്നാലും ജയിച്ച് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയുക, വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയുക, ഈ വീഡിയോ എടുത്തിട്ട് അഥവാ ഞാൻ തോക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാൻ സമ്മതിക്കൂല. ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ മത്സരിച്ചിട്ട് എന്തായാലും അന്നേരം തന്നെ എൻ്റെ മൂടെല്ലാം പോയിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ അമർത്തണം. ഓക്കെ, ബെല്ലൈക്കൺ അമർത്താത്തതുകൊണ്ട് ചില ആൾക്കാർക്കൊന്നും വീഡിയോ കിട്ടുന്നില്ല. അപ്പോൾ ഏതോ ഇങ്ങനെ നമുക്ക് അറിയുന്ന ആൾക്കാരോട് തന്നെ വീഡിയോനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ അങ്ങനെയെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബെല്ലൈക്കൺ അമർത്താത്തതുകൊണ്ടുള്ള പ്രശ്നമാണത്. ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുകയും ചെയ്യണം. അപ്പോൾ ചില ആൾക്കാർക്ക് ആ സമയത്ത് മാത്രമാണ് ഇത് കിട്ടുന്നത്, നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്, അല്ലാണ്ട് ഫോണിൽ വരുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ഫോണിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ബെല്ലൈക്കൺ എന്തായാലും മറക്കാണ്ട് അമർത്താം. അപ്പോൾ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ പറയുക വീഡിയോസ്, ചാലഞ്ചസും വേറെ വീഡിയോസ് എല്ലാം ആയിട്ട് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. ബൈ. കീപ് സപ്പോർട്ടിങ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.